പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ചരിത്ര സംഭവമാണ്, യാതൊരു സംശയവുമില്ല. നിരീക്ഷിക്കുന്ന ആർക്കും അതിപ്പോ എല്ലാ പ്രാസംഗികരും പറഞ്ഞു കാണും, ജനങ്ങൾ കണ്ടുകൊണ്ട് കാണുകയാണ്. വാർത്താ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ സുഹൃത്ത് അബു പറഞ്ഞു, നാഷണൽ MP രാഘവനും പറഞ്ഞു, നാഷണൽ ചാനലുകൾ വരെയുണ്ട്. എല്ലാവരും റിപ്പോർട്ട് ചെയ്യട്ടെ. കേരളത്തിന്റെ അടുത്ത ഭരണം ഇരിക്കുന്നത് ഈ കരങ്ങളിലാണ് എന്ന്. വേദിയില് ഇരിക്കുന്ന നേതാക്കന്മാരാരാ? ഒന്നിനു മാത്രം പോന്നവരാണ് മാണി സാറ്. അതുപോലെ തന്നെ കേരളം കണ്ട പ്രഗത്ഭരായ നേതാക്കന്മാര് ഇവിടെയുണ്ട്. ശ്രീ വീരേന്ദ്രകുമാർ. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയല്ല. ഈ വേദി മുഴുവൻ സീസൺഡായ പൊളിറ്റീഷ്യൻസ് ആണ്. ദീർഘകാലം കേരളത്തില് ഇവിടുത്തെ പൊതുജീവിതത്തില് നിൽക്കുന്ന നേതാക്കന്മാരാണ് അവരൊക്കെ. ഈ നേതാക്കന്മാരൊക്കെ ഈ പ്രവർത്തകന്മാർ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് 2 യുദ്ധം ജയിച്ച് നിൽക്കുന്നവരാണ്. യുദ്ധക്കളത്തിൽ പോരാടണം. പഴയ യുദ്ധകാലത്തൊക്കെ കളരിക്കന്മാര് എടുക്കുന്ന പ്രതിജ്ഞ കേട്ടിട്ടില്ലേ? ഒന്നുകിൽ യുദ്ധം ജയിക്കും, അല്ലെങ്കിൽ തോൽക്കും. അത് പ്രശ്നമല്ല. യുദ്ധത്തിൽ ചതി ഉണ്ടാവില്ല. യുദ്ധത്തിലെ ചതി ഭീരുവിന്റെ ലക്ഷണമാണ്. പലർക്കും കവിത വരുന്നുണ്ടാവും. പക്ഷേ ഞാനധികം സമയമെടുക്കാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നു. ഒരു കാര്യം പറയാം, യുദ്ധത്തിൽ ചതിയില്ല. 2 യുദ്ധം ഞങ്ങൾ ജയിച്ചു. യുദ്ധം യുദ്ധത്തിൽ എന്തിനാ ചതി? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ചു. ഞങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുഭൂരിപക്ഷം MP-മാർ, ജനപ്രതിനിധികൾ ഞങ്ങളാണ്. അഭിമാനപൂർവ്വം നേടിയ നേട്ടമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതേപോലെ തന്നെ ഞങ്ങളാണ് ജയിച്ചത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ മലബാറിൽ പ്രത്യേകിച്ചും ഒന്ന് തളർത്തിയാലേ രക്ഷയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഞാനൊരു കാര്യം പറയട്ടെ, കുഞ്ഞാലിക്കുട്ടി പോയേക്കാം, പക്ഷേ ഈ പച്ച പതാക അവിടെ ഉണ്ടാവും. അങ്ങനായാൽ ശരിയാവോ? ഞാൻ പോയാ പാർട്ടി തീരുവോ? അങ്ങനായാൽ ശരിയാവോ? ഞാൻ പോയാ പാർട്ടി തീരില്ല. എനിക്ക് എത്ര കാലം ആയുസുണ്ടാവും? എനിക്കെത്ര കാലം ആയുസുണ്ടാവും? പറ. മഹാവിഡ്ഢിത്തരം ചെയ്യോ? ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതാ പറയുന്നത്, പറയാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ വളരെ 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 ക്ഷണികമായ ജീവിതമാണ്. ഈ ക്ഷണികമായ ജീവിതത്തിൽ സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അതുപോലത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നെറുകേട് കാണിക്കണം. ദയനീയമായ കാര്യങ്ങൾ ചെയ്യണം. 15 കൊല്ലം ഒരാളെ ഇട്ട് ഈ മാതിരി പീഡനം നടത്തണം. ഈ ആളുകളുടെ ശബ്ദം സ്പോണ്ടേനിയസ് ആണ്, ഉണ്ടാക്കുന്നതല്ല. ആ ക്രൂരകൃത്യത്തിനെതിരായി ഉള്ള ശബ്ദമാണിത്. 15 കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ്സിലെ വളരെ വലിയ ഒരു കാലമാണ്. കൊലപാതകത്തിന് ജീവപര്യന്തം എത്ര കൊല്ലായി? 14 കൊല്ലം. അതേക്കാൾ കൂടുതലായി എന്റെ കാര്യത്തിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, 2 യുദ്ധങ്ങൾ ജയിച്ചു. 3ാമത്തെ യുദ്ധം
പടിവാതിക്കൽ വന്നപ്പോഴാണ് കളരി കുരുക്കന്മാരും അതുവേണ്ട ചരിത്രത്തിലെ എല്ലാ യുദ്ധങ്ങളിലും അധാർമികമായി പ്രഖ്യാപിക്കപ്പെട്ട ചതിപ്രയോഗം നടത്തി ആ യുദ്ധം ജയിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ ഞങ്ങളുടെ ക്യാപ്റ്റൻ മോശക്കാരനല്ല, ഞങ്ങളുടെ യോദ്ധാവ് അത്ര മോശക്കാരനല്ല. ശ്രീ ഉമ്മൻചാണ്ടി, ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തോട് നന്ദിയുള്ളവനാണ്, നല്ല കഴിവുള്ളവനാണ്, പ്രതിപക്ഷ നേതാവ്. ഈ ചതിപ്രയോഗത്തിന്റെ സ്മെല്ലടിച്ച നിമിഷം കുഞ്ഞാലിക്കുട്ടി സൂക്ഷിച്ചോ, ചതിപ്രയോഗമുണ്ട് എന്ന് അദ്ദേഹം ചെയ്തു. ഞങ്ങൾക്ക് യുദ്ധമുറ അറിയാം, ഞങ്ങളും യുദ്ധത്തിനിറങ്ങി. ഞങ്ങൾ ആ വെടി അവര് തിരുവനന്തപുരത്ത് വെക്കാൻ വെച്ചത് വഴിക്ക് വെച്ച് പൊട്ടിച്ച് അവരെ നിരായുധരാക്കി ഈ നിലയിലെത്തിക്കുന്നു. അതാപ്പണ്ടായി. ഞാൻ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവരും ഈ വിഷയമാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പോകുന്നില്ല. പക്ഷെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം ശരിയല്ല. ദൈവമാണ്, അള്ളയാണ് വലുത്. 15 കൊല്ലം മുമ്പ്, 20 അതിൻ്റെയും കുറെ മുമ്പ് സംഭവവികാസങ്ങൾ എടുക്കുക, എന്നിട്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടി ക്യാമറയും കൊണ്ടിറങ്ങുക, അതിന്റെ പിറകിൽ കുറെ ആളുകളെ ചെന്ന് ചതിപ്രയോഗത്തിലൂടെ സമൂഹത്തിൽ യാതൊരുവിധ ധാർമ്മിക നിലവാരവുമില്ലാത്ത, അതുപോലെ തന്നെ വാക്കിന് വിലയില്ലാത്ത ജുഡീഷ്യൽ പറഞ്ഞ ആളുകളാരാ നോക്ക്, അതുപോലെയുള്ള ആളുകളടുത്തൊക്കെ ചെന്ന് എത്ര കേസാണ് എനിക്കൊരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരം കോടതിയിൽ ഒരു കേസ് വന്നു, നിങ്ങൾക്കറിയോ? അതേ കോടതി 10 കൊല്ലം മുമ്പ് അതേ കേസ് തള്ളിക്കളഞ്ഞതാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട മാണി സാർ പറഞ്ഞല്ലോ, ഇനിയും ഈ കേസ് പബ്ലിക് ഇൻട്രസ്റ്റ് പെറ്റീഷന്റെ പേരിൽ, അതായത് കക്ഷികൾക്ക് പരാതിയില്ല, നാട്ടിലാർക്കോ ആണ് പരാതി, ഈ തരത്തിൽ ഇനി ഈ കേസ് കൊണ്ടുവരരുത് എന്ന് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ട് സീൽ ചെയ്താണ്. മാത്രമല്ല, സുപ്രീം കോടതി സീൽ ചെയ്ത ഈ കേസിൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് കേരള ഹൈക്കോടതി വാണിംഗ് കൊടുത്താണ്. ഒരു സംശയം വേണ്ട, ഞാൻ എൻ്റെ അനുയായികളോട് പറയുന്നു, അതിന്റെ കോപ്പി എടുത്ത് പുതിയ കേസ് ഉണ്ടാകുന്നിടത്തൊക്കെ ഞങ്ങളുടെ വക്കീൽമാർ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കൽ അത്ര എളുപ്പമാവൂല. നിയമം, ഈ നാട്ടിൽ നിയമം ഉണ്ടെങ്കിൽ. പക്ഷേ അവർക്കതൊന്നുമല്ല പ്രശ്നം. അവർക്ക് ആയുധമില്ല, ഒരായുധവുമില്ല. അപ്പൊ ഇതാ ഇങ്ങനൊരു ചതിപ്രയോഗത്തിന് വേണ്ടി. പക്ഷേ ഞാൻ പറയുന്നു, മൂന്നാമത്തെ യുദ്ധവും ദൈവം ആഗ്രഹിച്ചാൽ നമ്മൾ ജയിക്കും. കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു ഭരണം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ, എന്നെ ഒന്ന് മോശമാക്കി ചിത്രീകരിക്കാൻ വളരെ നല്ല ഒരു പ്ലാനാണ്. ഇതുപോലെ മനോഹരമായ ഒരു പ്ലാനില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്ന ദിവസം കുറച്ച് പൊട്ടിക്കുക, അസംബ്ലി തുടങ്ങുമ്പോൾ കുറച്ച് പൊട്ടിക്കുക, അത് കഴിഞ്ഞ് പിന്നെ പൊട്ടിക്കൽ തന്നെ. എല്ലാവരും തെരഞ്ഞെടുപ്പിലേക്കും സ്ഥാനാർത്ഥികൾ പോവാനും നിൽക്കുമ്പോൾ ഈ പണികൾ ചെയ്താൽ നമ്മൾ അന്തം വിട്ടുപോകും. അള്ള കാത്തു, ദൈവം കാത്തു, എപ്പോഴും കാക്കും. വിവരം കിട്ടിയതുകൊണ്ട് ഇപ്പൊ തിരിച്ചടിച്ചു. നമ്മളിങ്ങനെ 2 തെരഞ്ഞെടുപ്പും ജയിച്ച് ഒരുറക്ക്, ആ ഉറക്കിപ്പം മാറി, എല്ലാവരും ഉണർന്നു. എനിക്ക് പ്രവർത്തകന്മാരോട് കാര്യം പറയാനുള്ളൂ, ഈ യുദ്ധം ഞാൻ ചെയ്തോളാം. എനിക്കെതിരെയുള്ള പീഡനത്തിന്റെ യുദ്ധം 15 കൊല്ലം ചെയ്തതല്ലേ. ഞാൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോ എത്ര ആയുസ്, ആ ആയുസും കൂടി അങ്ങനെ അങ്ങ് പോവാം. ഞാൻ എൻ്റെ കുടുംബത്തിനോടും കുട്ടികളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ നമ്മളെ ജീവിതം പോവുള്ളൂ, അതുകൊണ്ട് അതിനൊരുങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനൊരുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കതിപ്പോ ശീലായി. അതുകൊണ്ട് ആ പ്രശ്നം എനിക്കില്ല. പക്ഷേ എനിക്ക് ഈ പ്രവർത്തകന്മാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, മൂന്നാമത്തെ യുദ്ധം, ആ യുദ്ധം UDF ജയിച്ചിരിക്കണം, ജയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന്
ഒരാൾ പറയും അത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഇന്നലെ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബഹുമാനായ തങ്ങൾ പറഞ്ഞു, ഈ അഹമ്മദ് സാഹിബ് അനുസരിച്ചു, ഞാൻ അനുസരിച്ചു, മുനീർ സാഹിബ് അനുസരിച്ചു. അവിടെ മെറിറ്റ്, അവിടെ മറ്റു കാര്യങ്ങൾ നോട്ടവുമില്ല, തെറ്റുകുറ്റ നോട്ടവുമില്ല. നമ്മുടെ ഈ ഭാഗം അവിടെ ഈ വക കാര്യങ്ങളൊക്കെ പോട്ടെ, നമുക്ക് പൊതുശത്രുവിനെ നേരിടാനുണ്ട്. അത് രാഷ്ട്രീയമായി അന്തസ്സായി നേരിടാം. ഈ അജണ്ടയും കൊണ്ട് വേണ്ട, ഇത്തരത്തിലുള്ളത് വേണ്ട എന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അനുസരിച്ചു, ഇനിയും അനുസരിക്കും. ഞങ്ങളൊക്കെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് പഠിച്ചവരാണ്, അവരിൽ നിന്ന് നേതാക്കന്മാരിൽ നിന്ന് പഠിച്ചവരാണ്. കൂടിക്കഴിഞ്ഞതൊക്കെ UDF-ൽ മഹാന്മാരായ നേതാക്കന്മാരുടെ കൂടെയാണ്. അവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരിൽ നിന്ന് പഠിച്ച ഗാന്ധിയന്മാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അവരിൽ നിന്ന് പഠിച്ച സോഷ്യലിസ്റ്റുകളാണ്, അതുപോലെയുള്ള ആളുകളാണ് UDF-ൽ, അതുപോലെയുള്ള കേരള കോൺഗ്രസ്, അവരൊക്കെ അതുപോലുള്ള നേതാക്കന്മാരാണ്. നേരും നെറി ഈ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നല്ലാതെ നാടിനു വേണ്ടി ഒന്നും ചെയ്യാതെ ആളുകൾ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക, അത്തരം കേസുകൾ എടുക്കുക, അതിലെ വീരശൂരത്വം പ്രയോഗിച്ചുകൊണ്ട് സാമാന്യ ജനങ്ങളെ, പാവങ്ങളെ, അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളെ ഇൻസ്പയർ ചെയ്ത് ഉഷാറാക്കി വോട്ട് കിട്ടാം. അതൊരിക്കൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പറ്റി. പക്ഷേ ഇനി നടക്കൂല. ചക്ക ഒരിക്കൽ കിട്ടാം, ചാവാം, പക്ഷേ ഇത് എപ്പോഴും നടക്കൂല എന്നുള്ളത് മനസ്സിലാക്കിയാൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമുക്കിനി സമയമില്ല. അത് തന്നെയായിരുന്നു അവരുടെ ഹോപ്പും. ഉള്ള സമയം ഈ വല അത് മേത്തുനിന്ന് മാറ്റാനാണ് നമ്മൾ നോക്കുന്നത്, അത് മേത്ത് ഇടാനാണ് നോക്കുന്നത്. അത് എന്നിൽ ഒതുങ്ങണം, നിങ്ങളിൽ അത് ഏശാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് എന്ന യുദ്ധത്തിലേക്ക് പോവാൻ നമ്മുടെ ഇന്ന് ഇവിടെ ഈ ജില്ല കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നീങ്ങുകയാണ്, ആ പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.